ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു മന്തി തയ്യാറാക്കി നോക്കില്ല. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഒരു മന്തി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ കാണാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് വലിയ ചിക്കൻ കട്ട് ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് രണ്ട് മാഗി ക്യൂബ്, കുറച്ച് മന്തിയുടെ മസാല, ഫുഡ് കളറ്, കുരുമുളക്, കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, അതിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനൊരു ക്യാപ്സിക്കം, ഒരു വലിയ ഉള്ളിയും ഒരു ടൊമാറ്റോ. ഇപ്പം നമ്മൾ മന്തി വെക്കുമ്പോൾ പല ആളുകളും പല ടൈപ്പ് വെക്കുന്നത്. ഞാൻ വെക്കുന്ന രീതിയാണ്. നിങ്ങളത് ഇനി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ പേസ്റ്റ് ചേർക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ അരി ഇടാനായിട്ട് അതായത് നമുക്കിത് റൈസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ അരി വേവിക്കാനായിട്ട് പുറത്ത് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് തീ കത്തിച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അരി നമ്മൾ പുറത്ത് കിടന്ന് വേട്ടെ. അപ്പോൾ അത് വേകുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഹാഫ് വേവായി നമ്മളെ ചോറ് വെന്ത് ഊറ്റുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പുറത്താണ് അടുപ്പ്, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചോറ് വെന്തതിന് ശേഷം ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചോറ് നന്നായിട്ട് ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ മേലെ കുറച്ച് ഫുഡ് കളർ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളമാക്കിയിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം കുറച്ച് മഞ്ഞളും കൂടെ, പിന്നെ 2-3 പച്ചമുളക് കുത്തി കൊടുക്കുക. അതിലേക്ക് നമ്മൾ മന്തി പറയുമ്പോൾ നമുക്കൊരു പുകയുടെ ടേസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പുകയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചോറ് തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ഈ ഐറ്റം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.